എൻ്റെ എക്സാം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇപ്പോൾ അവിടെ കാണും. അപ്പോൾ കൊടുക്കാണ്. ഹലോ ഗൈസ്, ഇന്നൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര മണിയായി ഉണ്ടാവുന്നത്, വൈകുന്നേരമാണെന്ന് വിചാരിക്കും. ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് രാവിലെ 8 മണിയാണ്. മഴ പെയ്തിട്ട് ഒരുമാതിരി കുറച്ച് നേരത്തെ ഇതിനും വലിയ മൂടി കെട്ടലായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച എൻ്റെ സ്കൂളുമില്ല. ഇന്നൊരു എക്സാമിൻ്റെ സ്റ്റഡി വ്ളോഗാണ്. ഇന്നെനിക്ക് ഇൻവെസ്റ്റ് ട്രിഗ്നോമെട്രിൻ്റെ എക്സാം ഉണ്ട് ബില്ലനിൽ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി വ്ളോഗ്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ആദ്യം തന്നെ ഇത്തിരി ഫിസിക്സ് ഒന്ന് റിവൈസ് ചെയ്യാണ്ട് ഇന്നലെ എടുത്ത് അതും റിവൈസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ട്രിഗ്നോമെട്രി കുറച്ച് റിവൈസ് ചെയ്യാണ്ട് അതും കൂടി റിവൈസ് ചെയ്തിട്ട് കാണഞ്ഞ്. അപ്പോൾ ഗൈസ് ഏകദേശം 8:50 റിവൈസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബെഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് റിവൈസ് ചെയ്താനൊന്നും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വൺ ഷോട്ടിൻ്റെ ലൈവും കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉണ്ട്, അതും കൂടി കാണണം. അത് കഴിഞ്ഞിട്ടാണ് എക്സാം ചെയ്തത്. അത്യാവശ്യം കുറച്ചുണ്ട്. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനുണ്ട്, ഫ്രഷ് ആവാനുണ്ട്. ഒരു 9:40 വരെ ബ്രേക്കാണ്. അപ്പോൾ കഴിച്ച് ഏകദേശം 9:45 ഞാൻ കറക്റ്റ് 9:40 എത്തുന്നു. പിന്നെ ലാപ്ടോപ്പ് ഓണാക്കി വൈഫൈ ഹോട്ട്സ്പോട്ടൊക്കെ ഇതൊക്കെ എടുത്ത് വരുമ്പോൾ 5 പോയതാണ്. എന്തായാലും കാണാൻ പോകുന്നത് GIB JEE എക്സാം സ്പെഷ്യൽ എന്നിട്ടുള്ള സൈലത്തിൻ്റെ ജീനിയസിലുള്ള വൺ ഷോട്ടാണ്. ഇൻവെസ്റ്റ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ് ഇന്ന് പരീക്ഷ. സീനാണത്. എന്തായാലും 1.5 മണിക്കൂറുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് ഏകദേശം 12 മണിയാവാനായിട്ടുണ്ട്. 11:55 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്ലാസ് തീർന്നു. 1.75 എക്സിലൊക്കെ ഇട്ടിട്ടാണ് കാണുന്നത്. അതിനോണ്ടാണ് പെട്ടെന്ന് തീർന്നത്. ഫുൾ കുറേ പ്രോബ്ലംസ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു 15-20 മിനിറ്റോളം തിയറി ഒക്കെ പറഞ്ഞു, കുറച്ചൊക്കെ പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞു. പിന്നെ ഫുൾ പ്രോബ്ലംസ് ആയിരുന്നു. ഇതിലൂടെയൊക്കെ കുറേ പ്രോപ്പർട്ടീസ് മനസ്സിലായി. പ്രോപ്പർട്ടീസ് മറന്നു, ഇതൊക്കെ ഓർമ്മ വന്നു. നമ്മളധികം ഒരു ക്ലാസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു വൺ ഷോട്ട് ക്ലാസ്സൊക്കെ കാണാൻ നോക്കാം മാക്സിമം. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും കുറേ നമുക്ക് കിട്ടും കൺസെപ്റ്റ്സൊക്കെ. ഇനിയിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിന് മുന്നേ ഒരു 10 മിനിറ്റ് ബ്രേക്കാണ്. ഇനിയിപ്പോൾ ഒരു 12:05 12:08 ആ സമയത്ത് തുടങ്ങാം. അപ്പോൾ ഗൈസ് ഏകദേശം 12:20 കുറച്ച് എഡിറ്റിംഗ് പരിപാടിക്കുന്നത്. അപ്പോൾ ഇതിന് ടൈം പറന്ന്. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ട്രിഗ്നോമെട്രിൻ്റെ 2 പാർട്ടുണ്ട്. 1 മണിക്കൂറും 13 മിനിറ്റിൻ്റെ 3ാമത്തെ പാർട്ടും പിന്നെ 1 മണിക്കൂറും 11 മിനിറ്റിൻ്റെ 4ാമത്തെ പാർട്ടും കൂടി ക്വസ്റ്റ്യൻസാണ് ഫുള്ള്. അത് കാണാണ്ട്. ഇതൊക്കെ എത്ര പെർസെൻറ്റേജ് ആയി നോക്കാം നമുക്ക്. 86 എന്നൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ 86 എന്നല്ല, ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിരുന്നു. അതാണ് അങ്ങനെ കാണിക്കുന്നത്. എന്തായാലും ഇത് തുടങ്ങാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പോകണം. 1:45 ഫുഡിനുള്ള ബ്രേക്കാണ്. ഏകദേശം 18 മിനിറ്റ് കൂടി ഉള്ളൂ ബാക്കി. അപ്പോൾ ഞാൻ അറിയാതെ ബാക്ക് അടിച്ച് പോയി കാണിക്കാൻ പറഞ്ഞുപോയി. കാണിക്കേണ്ട ആവശ്യമില്ല. 18 മിനിറ്റ് കൂടി ഉള്ളൂ. ഞാൻ ഇതിലാണ് പ്രോബ്ലംസൊക്കെ എഴുതിയത്. കുറച്ചൊക്കെ സൈലത്തിൽ കാണിച്ചാൽ കുറച്ചൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇത് കുറച്ചൊക്കെ ടഫ് ഉണ്ട്. പക്ഷേ ചിലതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ചിലതൊക്കെ സാറത് കണ്ടിട്ട് സൊല്യൂഷൻ നോക്കുകയാണ്. എന്തായാലും എക്സാമിന് എന്തായാലും 50 മോളിക്ക് വാങ്ങണമെന്നുണ്ട്. ഇത് അധികം ഞാൻ എക്സാം ഒന്ന് എഴുതാൻ ഇപ്പോൾ മറന്നു പോയതാണ്. ഈ എക്സാം എന്തായാലും എഴുതണം. അപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കാൻ ഏകദേശം 2:35 ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് തുടങ്ങാണ്. 18 മിനിറ്റ് 31 ബാക്കിയുണ്ട്. അത് കാണട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബുക്കിലെ സൊല്യൂഷൻസും. അല്ല, ഈ ബുക്കിലല്ലേ, വേറെ ബുക്കിൽ ഉണ്ടോ നോക്കണം. അപ്പോൾ എന്തായാലും തുടങ്ങട്ടെ. കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് ബുക്കിലാണ് എന്താണ്
ഏത് ഗൈഡാണ് യൂസ് ചെയ്യുന്നത്? ഞാനാണെങ്കിൽ ഇത് മാത്രം ബ്രില്യൻറ്റിൻ്റെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. NCERTൻ്റെ ഇല്ല, വാങ്ങണം, എന്തായാലും വാങ്ങണം. ഇപ്പം നേരെ തുടങ്ങി. അപ്പോൾ ഗൈസ് ഏകദേശം 3 കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, അത് കാണണപ്പോൾ. അതിന് മുന്നേ കുറച്ച് നേരം ബ്രേക്ക് എടുക്കുകയാണ്, ഒരു 3:15 വരെ. രാവിലെ നല്ല മഴയായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേനും 3 മണി ആയപ്പോഴത്തേനും പേരും വെയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. വൻ വെയിലാണ് അവിടെ. എന്താണ് രാവിലെ മഴ തന്നെ നീക്കാനും കഴിയില്ല, അതാണ് പ്രശ്നം കിട്ടുന്നത്. എന്തായാലും അറിയില്ല. 5 മണിക്കാണ് എക്സാം. 5 മണിക്ക് തന്നെ എഴുതണമെന്നില്ല, 11 മണി വരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതിയാൽ മതി. എന്തായാലും എഴുതണം എക്സാം. ഞാൻ ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ നോക്കിയിരുന്നു. ഇപ്പോൾ നോക്കണേണ്. കുറച്ചൊക്കെ ടഫാണ് കിട്ടുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാലും നോക്കണം. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുക, അങ്ങനെ പഠിക്കണം. അപ്പോൾ എന്തായാലും ബ്രേക്ക് എടുക്കുകയാണ്. നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. ഏകദേശം 1 മണിക്കൂറും 11 മിനിറ്റോ 12 മിനിറ്റ്. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നല്ല രസമുണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പോകുമ്പോൾ ഒരു ചടപ്പാണ്ട് വരും. ആ ഒരു സീനുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു നീണ്ട ബ്രേക്ക് എടുക്കുകയാണ്. കുറച്ച് റിവൈസ് ചെയ്യാണ്ട്, പിന്നെ കുറച്ച് പണിയൊക്കെ ഉണ്ട്, എഡിറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 7 ആയിട്ടുണ്ട്. പക്ഷേ 7 ആവാനായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ക്ലാസ് കാണാൻ തുടങ്ങിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ കിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് റിവൈസ് ചെയ്യട്ടെ. ഇപ്പോൾ എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? 5 മണി to 11 മണി വരെയാണ്. ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് എക്സാം 11 മണിൻ്റെ ഉള്ളിൽ എഴുതണം. ഞാൻ ഇനി കുറച്ച് റിവൈസ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. ബുക്കത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. എന്തായാലും അത് തുടങ്ങണം. അപ്പോൾ ഇതാണ് +2 ബുക്ക് ജെയിൻ്റെ. ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നാളെ Q&Aൻ്റെ കൂടെ, Q&Aൻ്റെ പാർട്ട് 3ൻ്റെ കൂടെ. ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ വൈഫൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. 8 ആയിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഓവർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1. അപ്പോൾ ഗൈസ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 ക്വസ്റ്റ്യൻസ് മറ്റേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ളതിൽ സെക്ഷൻ Aയിൽ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിയുന്നതും അറിയാത്തൊക്കെ ഞാൻ എഴുതി. 2 ക്വസ്റ്റ്യൻസ് മാത്രമേ വിട്ടിട്ടുള്ളൂ. എന്താണെന്ന് അറിയില്ല. സബ്മിറ്റ് എടുക്കാൻ പോവാണ്. പേടിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടി. ഇവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തതിൽ ഈ ബോർഡിൽ എന്തായാലും സബ്മിറ്റ് എടുത്തോട്ടെ. എൻ്റെ എക്സാം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇപ്പോൾ അവിടെ കാണും. അപ്പോൾ കൊടുക്കാണ്. 3, 2, 1. 18 കറക്റ്റ്, 4 ഇൻകറക്റ്റ്. എന്താണ് കണ്ടെത്തണം, അതാണ് പ്രശ്നം. 50ൻ്റെ മുകളിലേക്ക് വിചാരിച്ചു 68 കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടൊന്നും കിട്ടാൻ കഴിയില്ലത്. പക്ഷേ ഞാൻ നാളെ കണ്ട് റിവൈസ് ഒന്നും അധികം ചെയ്തില്ലായിരുന്നു. അതിനോണ്ടാണ് പോയത്. പിന്നെ പ്രോപ്പർട്ടീസൊക്കെ കുറച്ച് മറന്നുപോയി. പിന്നെ ലാസ്റ്റ് ദിവസം ചെയ്യാൻ ടൈം കിട്ടിയില്ല. 4 മിനിറ്റും കൂടി ഉള്ളായിരുന്നു ബാക്കി. ലാസ്റ്റ് ദിവസം കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ശരിയായിരുന്നു. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചു. ശരിയായാലും തെറ്റായാലും വിചാരിച്ചു ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. 4 തെറ്റി. 68 കിട്ടി. ഞാൻ സാറ്റിസ്ഫൈഡാണ്, കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. നല്ല രീതിയിൽ ടൈമായിട്ടുണ്ട്. 9:25 ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വരാം.
സോ ഗൈസ് ഏകദേശം 11 മണി ആവാനായിട്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അധികം പഠിക്കില്ല, അതിനോണ്ട് തന്നെ ഒരു വലിയ ബ്രേക്കായി പോയി. ഇനി ഏതായാലും കണ്ട് പഠിക്കുന്നില്ലെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു NITൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അലൻ സാറത് എക്സാമിനറിലെ, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.